നല്ല സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ വന്നൊന്ന് കാണണം. ഒരു ദിവസം വന്ന് അടിച്ച് പൊളിച്ചിട്ടൊക്കെ പോകുന്നത് നല്ലതാണ്. മൺട്രോതുരുത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മൺട്രോതുരുത്ത് എന്ന് പറയുമ്പം പലയിടത്തും വന്ന് കുറച്ച് ഭാഗം കണ്ടിട്ട് അങ്ങ് പോകും. പക്ഷെ അതല്ല, എസ് വളവിൽ തന്നെ വരണം. ഇവിടെ നമ്മൾ വരേണ്ട റൂട്ട് എങ്ങനെയായിരുന്നു? കാനറ ബാങ്ക് ജംഗ്ഷൻ വന്നിട്ട് ഇടത്തോട്ട്, മൺട്രോതുരുത്ത് കാനറ ബാങ്ക് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് വന്നു കഴിഞ്ഞാൽ എസ് വളവുണ്ട്. എസ് വളവിലാണ് ഈ റിസോർട്ടും അതിന്റെ ഈ വള്ള സർവീസുകൾ നടത്തുന്നത്. ആ ഒരു വ്യൂ ഒന്ന് കാണിക്കണേ. ആ വ്യൂ കയറി പോകുന്നുണ്ടല്ലേ. ഇത് ഈ ഒരു അനുഭവം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ തന്നെ വരണം. വല്ല ലോകമെമ്പാടും ഇപ്പം കാണുന്നുണ്ട്. ഇത് മൊത്തം അവസാനം കയറി വേണ്ടെന്ന് പറഞ്ഞാൽ കൊറിയക്കാരിയായിരുന്നു. ആണല്ലേ. പൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ വന്ന് കാണണം. അത്യാവശ്യം നിങ്ങൾ വന്ന് കണ്ടേ പറ്റത്തുള്ളൂ ഇവിടെ. അടിപൊളി അടിപൊളി അടിപൊളി. തണുപ്പാണ് ഇതിനകത്ത്, നല്ല തണുപ്പാണ് കണ്ടോ. AC പോലും തോറ്റു പോകുന്ന തണുപ്പാണ്. നമുക്ക് ഇതിനകത്ത് കുറച്ചു നേരം ഒന്ന് നിക്കാം. ഈ മരത്തെ കയറിക്കും 3 പേര്, 2 പേര് കയറി. അധികം ഒരാൾ ഫോട്ടോ 3 പേർക്ക് അവിടെ കയറി ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുക്കണം. എന്നിട്ട് പിന്നെ ഫോട്ടോ എടുക്കുന്നതാണ് അതിനകത്ത്. വീഡിയോ ഫോട്ടോ എടുക്കണം. അതാ കയറിക്കും. എന്താ സാധനം കേട്ടോ, എല്ലാവരും അങ്ങനെ കയറണം. ഞാൻ കയറി നമ്മുടെ സാധനമല്ല. നീ കയറുന്ന ദൂരത്തിൽ കയറി നമ്മൾ ഇതിന്റെ മണ്ടയിലേക്ക് കയറി നിൽക്കുന്ന ഒരു കാഴ്ച. അപ്പൊ നിങ്ങൾ ഇവിടെ അത്യാവശ്യമായിട്ട് വന്ന് ഇതേപോലൊക്കെ ഉള്ള എൻജോയ്മെന്റുകൾ ചെയ്ത് പോകുന്നത് അർത്ഥമാണ്. അതിന് ഈ കൊട്ടവച്ചി ചേട്ടനെ വിളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വള്ളത്തിലാതുകൊണ്ട് പോയി അങ്ങ് പോയി, അവര് നിർത്തിയില്ല ഇവിടെ. അപ്പൊ നമുക്ക് ഇവിടെ ഫോട്ടോ എടുത്തിട്ട് കയറണം. ഫോട്ടോ ആവശ്യമുള്ള ഫോട്ടോ എടുക്കും. നല്ല ഫോട്ടോ എടുത്തു. ആ കൊറിയക്കാര് ഇവിടെ ചെലവഴിച്ച് 1 മണിക്കൂറാണ്. 1 മണിക്കൂർ ഒറ്റ മണിക്കൂർ. അത് മൊത്തം ഫോട്ടോ എടുക്കുമായിരുന്നു. ഈ മരത്തിലൊക്കെ പിടിച്ച് കയറി എന്നിട്ട് കൊറിയ കൊണ്ട് ഇടാന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞോണ്ടാണ് ഇത് കിട്ടണം. ഈ മരത്തെ നിൽക്കുന്ന കിട്ടണം. അവിടെ ഇരുന്നിട്ട് അത് കിട്ടും. അത് കിട്ടും. കിട്ടിയ ഇത് നമ്മുടെ കൂടെ വന്നൊരു സായിപ്പാണ്. തൊപ്പിയെ കണ്ടില്ല, നല്ല സെറ്റപ്പ് തൊപ്പി. ഞാൻ ഫോട്ടോ എടുത്തു. അങ്ങനെ നമ്മള് കണ്ടൽക്കാടില്, കായലിന്റെ നടുക്കുള്ള കണ്ടൽക്കാടിലൊക്കെ കയറി നമ്മൾ ഈ മരത്തിന്റെ മുകളിലെല്ലാം കയറി നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു കണ്ടൽക്കാടിലൊക്കെ വന്ന് ഇതുപോലെ ഇത്രയും മുകളിലൊക്കെ കയറി കണ്ടോ. നമ്മൾ ഈ കണ്ടൽക്കാടിലാണ് നിൽക്കുന്നത്. ഇവിടെ കയറി നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങി ചുറ്റി. ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും കണ്ടൽക്കാടിന്റെ മുകളിൽ നിൽക്കുകയാണ്. അത് നീ ഞങ്ങളുടെ ഫോട്ടോ എടുത്തോ. അപ്പൊ ഇതാണ് ഈ ഒരു നല്ലൊരു സെറ്റ് സ്ഥലമാണ്. ഇവിടെ വന്നിരിക്കാൻ കേട്ടോ. പൊളി സ്ഥലമാണ്. നിങ്ങൾ ഇവിടെ വന്ന് കാണണം. അത്യാവശ്യം നിങ്ങൾ വന്ന് ഒന്ന് കണ്ട് പോകുന്നത് നല്ലതാണ്. ഇപ്പൊ നമ്മുടെ നീന്തിയെങ്കിലും ഒക്കെ വരണം. പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീന്തിയെങ്കിലും ഇവിടെ വരണം. സൂപ്പർ. പിന്നെ കൊണ്ട് കെട്ടുകല്ലേ, അതുകൊണ്ട് ശരി. ഒറിജിനൽ തണുപ്പ്. AC-യേക്കാളും നല്ല ഒറിജിനൽ തണുപ്പ് ഇതാണ്. അപ്പൊ നിങ്ങള് വരുമ്പോ ഈ കൊട്ടവച്ചി ചേട്ടനെ വിളിക്കുക. അന്നേരം നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. നേരത്തെ വിളിച്ചേക്കണം. നേരത്തെ വിളിച്ച് വൈകിട്ട് വിളിക്കണം. ഇങ്ങനെ പറയണം, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ നടക്കാന്ന് പറയണം. ഇതിനകത്ത് ധൈര്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സൗകര്യങ്ങളെ കൊണ്ടുവരണം. ഒടിഞ്ഞു വേരുകളൊന്നും ഒടിഞ്ഞു പോകത്തില്ല. പക്ഷെ വടക്കേ നല്ലതാണ്. മലയാളികൾ അത്രയും ഏറ്റവും വലിയ. ഇപ്പൊ ഞങ്ങള് ഈ മൺട്രോതുരുത്ത് ഈ ഒരു കണ്ടൽക്കാടിന്റെ മുകളിൽ നിന്നും നമ്മുടെ സുഹൃത്ത് സുരേഷ് ഉണ്ട്. സുരേഷ് കൊട്ടാരക്കരയിൽ ഒരു ഫെയർ ബ്യൂട്ടി സ്റ്റുഡിയോ ആണ് നടത്തുന്നത്. അതുപോലെ തന്നെ ശരത്തുണ്ട് നമ്മുടെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നല്ലൊരു വ്യൂ, ഇത്രയും നല്ലൊരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് വേറെ എങ്ങും പോയാൽ കിട്ടത്തില്ല. ഇവിടെ നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ വലിയ ചാർജ് ഇല്ല. നമുക്ക് കൊട്ടവഞ്ചിക്കാതാണെന്നുണ്ടെങ്കിൽ 500 രൂപ, മറ്റേ വള്ളത്തിലാണെന്നുണ്ടെങ്കിൽ 600 രൂപ. പിന്നെ എക്സ്ട്രാ ടൈമിനനുസരിച്ച് അവർ കാശ് വാങ്ങിക്കും. അതനുസരിച്ച് നമ്മളെ ചുറ്റി 1 മണിക്കൂർ കൂടുതൽ ചുറ്റി കാണിക്കും. കാണുന്നുണ്ടോ? തൊപ്പി എടുക്കാൻ പറഞ്ഞു. ഞാൻ അണ്ണനെ കാണുന്നുണ്ട്. തൊപ്പി എടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞോ. തൊപ്പി വേണ്ട. കയറിയോ കയറിയോ. നല്ല രസമുണ്ട്. നമുക്ക് ഇങ്ങനെ കയറിയൊക്കെ നടക്കാൻ പറ്റും. മക്കളെ ഇവിടെ വന്നൊന്ന് കാണുന്നവണക്കല്ല മക്കളെ സുഖം. ഇത് പോവോ? ഇല്ലല്ലേ. ഇല്ലല്ല. ഒരു ഫോട്ടോ എടുക്കണം. യാത്ര നമുക്ക്
അവസാനിപ്പിച്ചിട്ട് അടുത്ത ഒരു സ്ഥലം കാണാം. ഓക്കെ, നമ്മൾ ആദ്യ തീരത്തോട്ട് പോന്നോ അതോ അകത്ത് കാട്ടിനകത്ത് കയറണോ? നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി ഫോട്ടോ എടുക്കണോ? നല്ല സീൻ ഇവിടെ വെള്ളത്തിൽ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ പറ്റും. കാണിച്ചു തരാം. പോകുന്നുണ്ടോ? അതെവിടെ? അത് വാ കയറി പാൻ്റെ നിർത്തി വെക്കണമെന്നേ ഉള്ളൂ. അത് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് നമ്മൾ കയറി സ്ഥലം കഴിയുമ്പോൾ ഉണങ്ങിക്കോളും. നല്ല ആഴമുണ്ടല്ലേ? ഇവിടെ അത്ര ആഴൊന്നുമില്ല, നമ്മളെ വിളിക്കുമ്പോൾ വെള്ളം പോലും ഇല്ല. ഇപ്പൊ നമുക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇനി ഏതാ സ്ഥലം ചേട്ടാ? അടുത്തതാണ് ഇവിടെ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാം. വെള്ളത്തിൽ ഇറങ്ങി നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ചെറിയൊരു സൗകര്യമുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് പോവാം. ആ ബാക്ക്ഗ്രൗണ്ട് പറ്റുമോ? എന്തുവായാലും ഇവിടെ വരെ വന്ന് നമുക്ക് ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് തന്നെ പോവാം. ഇപ്പൊ ഞങ്ങളിവിടെ കായലിനകത്തൊക്കെ ഇറങ്ങി ആദ്യമായിട്ടാണ് കായലിനകത്തൊക്കെ നടുക്ക് ഇറങ്ങി നിൽക്കുവാണ്. കായലിനകത്ത് നമുക്ക് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നെങ്കിൽ ഉപ്പുണ്ട്. ഇപ്പൊ നമുക്ക് കായലിൽ ഇറങ്ങി നിൽക്കാൻ പറ്റും കേട്ടോ. നല്ല വ്യൂ ആണ്. കായലിന്റെ നടുക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. വ്യൂ കിട്ടും. നല്ലോണം ഇച്ചിരി ഇങ്ങോട്ട് അത് കഴിഞ്ഞ് തരാം. കഴിഞ്ഞ് വെള്ളം വിട്ടേ ഇവിടെ അങ്ങോട്ട് നിങ്ങളെ ഇവിടെ ഇറക്കി എന്തിനറിയോ? ആ കറക്റ്റ് തൂക്കിന് നടന്നിരിക്കണം. അന്നേരം നല്ല ഫോട്ടോ എടുക്കാം. കിട്ടുന്നോ? വെള്ളം കിട്ടുന്നുണ്ട് കുറച്ച്. ഏത് വെള്ളം? അപ്പൊ ഓക്കെ. കണ്ടൽക്കാടിന്റെ അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് ഇവിടെ കായലിൽ ഇറങ്ങി നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അത് ഇതുപോലെ അറിയാവുന്ന ആരെങ്കിലും കൊട്ടവഞ്ചിയിലൊക്കെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ ഇറങ്ങി നിൽക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടത്തുള്ളൂ. അല്ലാതെ വന്ന് ഇവിടെ നിന്ന് ഇറങ്ങരുത്. ഇവിടെയൊക്കെ ആഴമുള്ള സ്ഥലങ്ങളാണ്. ഇപ്പം നിങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ടല്ലോ. നമുക്ക് ഇനി ഇവിടുന്ന് യാത്ര. ഞങ്ങൾ 3 പേരും വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ 3 പേരും ഈ വെള്ളത്തിൽ നടുക്കാണ്, കായലിന്റെ നടുക്കാണ് നിൽക്കുന്നത്. അഷ്ടമുടി കായലിന്റെ നടുക്ക്, അഷ്ടമുടി കായലിന്റെ നടുക്കാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ വലിയ ആഴമില്ലാത്ത സൈഡാണ്. നമ്മുടെ അതിന്റെ തൊട്ട് ബാക്കിൽ കാണുന്നത് ആർച്ചാണ്, കണ്ടൽക്കാടിന്റെ ആർച്ചാണ്. അപ്പൊ ഇവിടെ വരുന്നവര് സ്വയം ചിന്തിച്ച് ഇവിടെ ഇറങ്ങരുത്. ഇവിടുത്തെ അറിയുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം. ഇങ്ങനെയുള്ള നല്ല ആഴം അങ്ങോട്ടൊക്കെ ആ സൈഡിലോട്ടൊക്കെ നല്ല ആഴമുണ്ട്. അപ്പൊ നമ്മളെ തിരക്കി നമ്മുടെ കൊട്ടവഞ്ചി ചേട്ടൻ ഇവിടെ ഇങ്ങനെ വട്ടം കറങ്ങി നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ധൈര്യമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ വെള്ളത്തിലാണ് നിൽക്കുന്നത്. നമുക്കൊരു പേടിയുണ്ടല്ലേ? പെണ്ണുങ്ങളൊക്കെ ശരിക്കിറങ്ങുന്നുണ്ട്. അത് അവർക്ക് നമ്മൾ ഈ കൊട്ടാഞ്ചിയിലാകുമ്പോഴേ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കാല് വെച്ചിട്ട് നമ്മൾ ചെറിയ സപ്പോർട്ട് കൊടുത്താൽ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേപോലുള്ള പൊളി സ്ഥലങ്ങളൊക്കെ നിങ്ങളെ ഞങ്ങൾ കാണിക്കും. അതേപോലെ ഇവിടെയൊക്കെ വന്നൊന്ന് കാണുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഞങ്ങൾ അഷ്ടമുടി കായലിൻ്റെ നടുക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കൾ ശരത്ത്, സുരേഷ്, നമ്മുടെ കൊട്ടവഞ്ചി ചേട്ടൻ, ഉത്തമ ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ അഷ്ടമുടി കായലിൽ നടുക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോകൾ, പുതിയ ആശയങ്ങളെല്ലാം നിങ്ങളെ കാണിക്കാം. ട്രാവൽ വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.